EV ചാർജിങ്ങിന് വേണ്ടി നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ടക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പോൾ ടക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ EV ചാർജിങ് സ്റ്റേഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ്. പത്തനംതിട്ട റാന്നി പ്ലാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ടക്കറിൻ്റെ ഈ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ മലയോര ഹൈവേ ആയിട്ടുള്ള പൊൻകുന്നം പുനലൂർ ആ ഒരു റൂട്ടിലാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മുണ്ടക്കയം എരുമേലി ആ ഒരു റൂട്ടൊക്കെ പോവുകയാണെങ്കിലും പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ചാർജിങ് ആപ്ലിക്കേഷനാണ് ടക്കർ എന്ന് പറയുന്ന ഈ ഒരു EV ചാർജിങ് ആപ്ലിക്കേഷൻ. കാര്യം കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു ചാർജിങ് ആപ്ലിക്കേഷൻ്റെ മെഷീൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇത് കൂടാതെ ഏകദേശം എറണാകുളം പോകുന്ന റൂട്ടിൽ ചേർത്തല ഭാഗത്തും അതുപോലെ തന്നെ എറണാകുളത്തുമാണ് മറ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഇതിൻ്റെ ഉള്ളത്. നിങ്ങൾ പത്തനംതിട്ട പൊൻകുന്നം പാല റൂട്ടിലോ അല്ലെങ്കിൽ എരുമേലി റൂട്ടിലോ ഒക്കെ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ചാർജ് സ്റ്റേഷൻ തന്നെയാണിത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഷമനൈം എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലാണ് നമ്മുടെ EV ചാർജിങ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റുകളോ അതുപോലെ തന്നെ ടീയും സ്നാക്സും അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ആ ഒരു ചാർജ് സ്റ്റേഷൻ. ഇവിടെ നമുക്ക് 2 CCS2 ഗൺസ് അവൈലബിൾ ആണ് എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ കാണുന്ന മെഷീൻസിലാണ് നമുക്ക് 2 CCS2 ഗൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പാർക്കിംഗ് കുറച്ച് ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വണ്ടി അറ്റ് എ ടൈം പാർക്ക് ചെയ്യാൻ ചിലപ്പം അപ്പുറത്തുനിന്ന് വേറൊരു വഴി കാണുമായിരിക്കും. നമുക്ക് കറൻലി ഒരു വണ്ടി മാത്രമാണ് ഇടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അകത്തേക്ക് കയറ്റി ഒരു വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 2 വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് വേറെ വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഡയറക്റ്റ്ലി കയറ്റി പാർക്ക് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന നിങ്ങളിവിടെ വന്ന് 2 വണ്ടി അറ്റ് എ ടൈം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ വണ്ടി കയറ്റി ഇട്ടു. അപ്പോൾ ഈ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒലിവ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫുഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന സൈഡിലായിട്ട് നമ്മളിപ്പം കണ്ട കണക്ക് ഒരു ചായക്കടയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതുപോലെ തന്നെ അക്കൗണ്ടിൽ പൈസ ഫില്ല് ചെയ്തിട്ടൊക്കെ നല്ലതായിരിക്കും. കാര്യം നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ്. കാര്യം നമ്മൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനെ പറ്റി കേട്ടിട്ടൊന്നുമില്ല. നമ്മൾ ആക്ച്വലി പൊൻകുന്നത്ത് നിന്ന് വന്നപ്പോഴത്തേക്ക് പൊൻകുന്നത്ത് ക്ലേ ആർട്ട് കഫേയിൽ നമ്മൾ ഗോയിസിയുടെ ചാർജ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു CCS2 ഗണ്ണ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം വെയിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് വന്നതായിരുന്നു. അപ്പം പത്തനംതിട്ടയ്ക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്ലഗ്ഷെയർ ആപ്പിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു ചാർജ് സ്റ്റേഷനെ പറ്റി അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് പൈസ ഫില്ല് ചെയ്തത്. പൈസ ഫില്ല് ചെയ്യുന്നതൊക്കെ നോർമലി എല്ലാ ആപ്ലിക്കേഷനിലെയും പോലെയും സിമിലർ ആയിട്ട് തന്നെയാണ്. പൈസ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പിൽ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ ആപ്പ് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ 300 രൂപയ്ക്ക് റീചാർജ് ചെയ്തപ്പോഴത്തേക്ക് 293 രൂപയാണ് കയറിയത്. 7 രൂപ എന്തോ ടാക്സ് ആയിട്ട് കട്ട് ചെയ്താണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ഈ പറഞ്ഞ അവിടെ ഒരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വലി അവിടെ കുറേ QR കോഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന QR കോഡാണ് നിങ്ങൾ സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വലി സ്കാൻ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു രീതി. പക്ഷേ നോർമലി ഉള്ള ചാർജ് സ്റ്റേഷനിലേക്കാളും കുറച്ചുകൂടി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് വെച്ചിട്ട് അവിടെ ഒരു കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം കണക്ട് ചെയ്ത സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് ഒന്നുകൂടെ നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോൾ കണക്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ചാർജിങ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആക്ച്വലി ഒരു ഫുൾ ചാർജിങ്ങിനൊന്നും വേണ്ടിയിട്ടല്ല വന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന 300 രൂപയ്ക്ക് മാത്രം നമ്മൾ പൈസ ഫില്ല് ചെയ്തത്. കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുവഴി പോകുന്ന ആളാണ്, അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ നിങ്ങൾ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിലോട്ട് ഒരുപാട് പൈസ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആക്ച്വലി കുറച്ച് മാത്രം ചാർജ് ചെയ്യാനായതുകൊണ്ടാണ് 300 രൂപ ഫില്ല് ചെയ്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒലിവ് റെസ്റ്റോറൻറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ചായ മാത്രമാണ് കുടിച്ചത്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ചായക്കട അവൈലബിൾ ആണ്. അവിടെ ആകുമ്പോൾ ചായയും സ്നാക്സൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഹോട്ടലിൽ വൈകുന്നേരം ആയതുകൊണ്ട് സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നീട് ഓപ്പോസിറ്റ് പോയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളുടെ ഈ പറയുന്ന പത്തനംതിട്ടയിൽ നിന്ന് റാന്നിയൊക്കെ പോകുന്ന റൂട്ടിൽ റാന്നി കഴിഞ്ഞിട്ട് എരുമേലിക്കൊക്കെ തിരിയുന്നൊരു ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡീവിയേഷൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി EV ചാർജ് സ്റ്റേഷനിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്ററോളമാണ് ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫുഡ് കഴിച്ചിട്ടൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മളുടെ വണ്ടി ഏകദേശം 44% ചാർജ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് തിരിച്ച് വീട്ടിൽ എത്താനുള്ള ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്മൾ ആ ഒരു ചാർജിങ് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് വന്ന് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ
ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവത്തില്ല. ഈ പറയുന്ന നല്ല രീതിയിൽ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ആവും, ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യത്തില്ല. അതുമാത്രമല്ല 2 CCS2 ഗണ്ണുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പം നിലവിൽ 3 ചാർജ് സ്റ്റേഷൻസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് റാന്നി അടുത്തുള്ള ഒരു ചാർജ് സ്റ്റേഷനിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ടക്കറിൻ്റെ വേറെ ഏതെങ്കിലും ചാർജ് സ്റ്റേഷനിൽ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് 2 CCS2 ഗണ്ണുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി 19% നിന്ന് 42% വരെയാണ് ചാർജ് ചെയ്തത്. അപ്പം ചാർജിങ് സ്റ്റോപ്പ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ തന്നെയാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എത്ര രൂപയാണെന്ന് നമുക്കിനി ഒന്ന് നോക്കാം. നമ്മൾ ഇവിടുന്ന് ചാർജ് ചെയ്തത് ഏകദേശം 5.5 യൂണിറ്റ് ആണ്. അപ്പോൾ 5.5 യൂണിറ്റ് ചാർജ് ചെയ്യുന്നതിന് നമുക്ക് ടോട്ടലായത് 99.71 രൂപയാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു യൂണിറ്റിന് 18 രൂപ അടുപ്പിച്ചാണ് ഇവിടെ ചാർജ് ആയത്. അപ്പോൾ കേരളത്തിലെ നിലവിലെ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഇതും കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ചാർജ് സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള മറ്റ് ചാർജ് സ്റ്റേഷനുകൾ നമ്മൾ പൊൻകുന്നത്ത് ഗോയിസിയുടെ ഒരു ചാർജ് സ്റ്റേഷൻ ഉണ്ട്, ക്ലേ ആർട്ട് കഫേയിൽ. പിന്നെ അത് കഴിഞ്ഞ് മുണ്ടക്കയത്ത് നമുക്ക് ടാറ്റ പവറിൻ്റെയും സിയോണിൻ്റെയും ചാർജ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ കുട്ടിക്കാനത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഗോയിസിയുടെ ചാർജ് സ്റ്റേഷൻ അതുപോലെ തന്നെ ടാറ്റ പവറിൻ്റെ ചാർജ് സ്റ്റേഷൻ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ പത്തനംതിട്ട റൂട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫിൽസ് ഹബ് എന്ന് പറയുന്നൊരു ചാർജ് സ്റ്റേഷൻ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് 3 CCS2 ഗൺ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ചാർജ് സ്റ്റേഷൻ ആയിരുന്നു അത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ മറ്റ് ചാർജ് സ്റ്റേഷൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ വേണ്ട ആൾക്കാർ അത് വേണമെങ്കിൽ പോയി നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് ടക്കറിൻ്റെ ചാർജ് സ്റ്റേഷനിൽ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ EV റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.